പ്രത്യേകത ഇല്ലേ? എന്ത് പ്രത്യേകത? ഇന്നല്ലേ ഡോക്ടേഴ്സ് ഡേ? ഇന്നാണല്ലേ, ജൂലൈ 1. ഇന്നാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ. അതുകൊണ്ടല്ലേ നമ്മൾ മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണവും പോസ്റ്റർ നിർമ്മാണമായിട്ട് മത്സരം നൽകിയത്. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ കഴിവിനനുസരിച്ച് പെർഫോം ചെയ്തു, അത് സബ്മിറ്റ് ചെയ്തു. നമ്മൾ ഈ വാല്യുബിൾ ഗിഫ്റ്റുകളെല്ലാം നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള വെള്ളിയായി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടേഴ്സിന് നമ്മൾ കൈമാറാൻ പോവുകയാണ്. സമൂഹത്തിൽ നമ്മുടെ നാടിൻ്റെ പൾസറിന് ജീവൻ നിലനിർത്തുന്ന ഈ ഒരു സമൂഹത്തെ പരിഗണിക്കേണ്ടതുണ്ട് എന്നൊരു സന്ദേശവും കൂടെയാണ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് കൈമാറുന്നത്. ഇതിനുവേണ്ടി ഇടപെടുന്ന നമ്മുടെ പെർസയിലെ മെഡിക്കൽ വിങ്, അതിൻ്റെ പ്രിയ കാര്യദർശി നമ്മുടെ പ്രിയപ്പെട്ട ആഷിഖ് ഉസ്താദിൻ്റെയും നിങ്ങളുടെ വിലമതിക്കാനാകാത്ത ഓരോ വോട്ടുകൾ രേഖപ്പെടുത്തി നിങ്ങൾ മെഡിക്കൽ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ലീഡേഴ്സിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു കാര്യദർശി എന്ന നിലക്ക് SKSBVയുടെ കീഴിലായിക്കൊണ്ട് 4 വിങ്ങുകളിലായി വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. അതിൽ മർമ്മപ്രധാനമായ ഒരു വിങ്ങാണ് മെഡിക്കൽ വിങ്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ആഷിഖ് ഉസ്താദാണ്. കൂടാതെ ഹരിത വിങ്, ഗാർഡൻ വിങ്, സമാജ് വിങ്, ഇങ്ങനെ 4 വിങ്ങുകളിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രവർത്തനങ്ങളിൽ ഏറ്റവും എടുത്തു പറയപ്പെടേണ്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം നമ്മൾക്ക് വേണ്ടി, സമൂഹങ്ങൾക്ക് വേണ്ടി ശരീരം എന്നല്ല തൻ്റെ ആയുസ് മുഴുവനും മാറ്റിവെച്ച ഡോക്ടർമാരെ പരിഗണിക്കുക എന്നുള്ളത്. നമ്മളെ മദ്രസയിൽ, ഇവിടെ അടുത്തുള്ള മദ്രസയിൽ നമ്മൾ 4ഓളം വിങ്ങുകളുണ്ട്. നമ്മളെ മെയിൻ സംഘടനാ വിങ്ങുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മെഡിക്കൽ വിങ്. അപ്പോൾ മെഡിക്കൽ വിങ്ങിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആചരിക്കാൻ പറ്റിയ ദിവസം ഡോക്ടേഴ്സ് ഡേ. അപ്പോൾ ആ ദിവസം ഞങ്ങൾ ഈ ഒരു പഞ്ചായത്തിലുള്ള ഹെൽത്ത് സെൻ്റർ നിലക്ക് ഇവിടുത്തെ ഡോക്ടർമാരെ തന്നെ ആദരിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തത്. ഡോക്ടറായി വർക്ക് ചെയ്യാൻ തുടങ്ങി, PG ഒക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങി ഈ കുറച്ച് കാലമായി. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു നമ്മളെ സ്റ്റാഫിൻ്റെ അടുത്തുനിന്നൊരു ഇത് കിട്ടുക എന്നല്ലാണ്ട്, പിന്നെ കുറേ വാട്സപ്പ് പോസ്റ്ററുകൾ അങ്ങനെ കിട്ടുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് പോകുന്ന സാധനങ്ങൾ കിട്ടുക എന്നല്ലാണ്ട് ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ കുട്ടികളുടെ കയ്യിൽ നിന്ന് അവർ സ്വന്തമായിട്ട് മനസ്സിന് ഡോക്ടർമാരുള്ള ഒരു ആദരവ് കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇത് ഏറ്റവും വിലപ്പെട്ടൊരു സമ്മാനമായിരിക്കും. ഇനി എത്ര ഡോക്ടേഴ്സ് ഡേ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലം മക്കളെ ഞാൻ ഓർക്കും. അപ്പോൾ മക്കളും അതുപോലെ നല്ല പഠിച്ച് നല്ല മക്കളായി ഭാവിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പോലെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കട്ടെ. എപ്പോഴും നല്ല മനസ്സുണ്ടാകട്ടെ. നമുക്ക് തന്നെ മാതൃകാപരമായിട്ട് തന്നെയാണ് നല്ലൊരു സർവീസാണ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇതിൽ കിട്ടിയത് തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റാവുന്നൊരു അവസരം കൂടിയാണ് വന്നിരിക്കുന്നത്. ഡോക്ടേഴ്സ് ഡേയിൽ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ ആദ്യം തന്നെ നന്ദി പറയാണ്. ഞങ്ങൾ ഈ ഡോക്ടേഴ്സ് ഡേ എത്രത്തോളം നന്നാക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചിട്ട്, പക്ഷേ കുത്തിവെപ്പൊക്കെ നടക്കുന്നൊരു ദിവസം ആയതുകൊണ്ടാണ് നമ്മളൊരു കേക്ക് കട്ടിങ്ങിൽ മാത്രം ഒതുക്കി. അപ്പോഴാണ് നിങ്ങളുടെ കുട്ടികളായിട്ടുള്ളൊരു എൻട്രി. വളരെയധികം സന്തോഷമായി. നമ്മുടെ ഡോക്ടറെ എല്ലാവരും ഇതേ ബഹുമാനത്തോടു കൂടി ആദരിക്കണം എന്ന് തന്നെയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഒരുപാട് പകർച്ചവ്യാധികളുടെ ഇടയിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ വ്യക്തി ശുചിത്വത്തിനും അതുപോലെ പരിസര ശുചിത്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പഠനത്തിലും ആ ഒരു മികവ് കാണിക്കാൻ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ കഴിവ് തെളിയിക്കാനുള്ള, അറിവ് വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളും അവർക്ക് വന്നു ചേരാം. എന്നുവെച്ചാൽ ഒരാൾ ഫെയിൻറ്റ് ചെയ്ത് വീണ് കഴിഞ്ഞാൽ എങ്ങനെ CPR കൊടുക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യണം ഹോസ്പിറ്റലിലേക്ക്, എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കണം, തൊട്ടടുത്ത ആളെ അറിയിക്കണം എന്നുള്ളൊരു അവബോധം കൂടി എല്ലാ കുട്ടികളിലും ഉണ്ടാവേണ്ടതുണ്ട്. അവർക്ക് പറ്റാവുന്ന എല്ലാ സോഴ്സിൽ നിന്നും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ അറിവുകളും കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മൂകേരി പഞ്ചായത്തിലെ ഹെൽത്ത് സെൻ്ററിലാണ് ഞങ്ങളുള്ളത്. ഇന്ന് ഡോക്ടേഴ്സ് ഡേ എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നൊരു വിഭാഗമായിട്ട് തീർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നൊരു കാലമാണ്. അവരെടുക്കുന്ന സേവനങ്ങളും ത്യാഗങ്ങളും സമർപ്പണങ്ങളും സമൂഹം തിരിച്ചറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളും കൂടെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു സംരംഭം. അവരെ കൊണ്ട് ഗ്രീറ്റിംഗ് കാർഡ്, സ്വന്തം നാട്ടിലെ പൾസ്, ഓരോ ജീവനുകളുടെയും പൾസ് അറിയുന്ന ഡോക്ടർമാർക്ക് അവരെ പരിഗണിച്ചുകൊണ്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് സമ്മാനിക്കുക എന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. പ്രത്യേകിച്ച് ഇതിൽ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ മദ്രസ എലക്ഷൻ ചെയ്ത് ഓരോ വിദ്യാർത്ഥികളും വിജയിപ്പിച്ച നമ്മുടെ തസ്കിയായിട്ടുള്ള മെഡിക്കൽ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പ്രിയപ്പെട്ട ആഷിഖ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതിൽപ്പെട്ടൊരു പദ്ധതി മാത്രമാണ് ഇന്ന് നമ്മൾ ഈ കുട്ടികളെ കൊണ്ട്
കുട്ടികൾക്ക് ഈ അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഇതിന് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും നമ്മുടെ പ്രിയപ്പെട്ട ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും നന്ദി അറിയിക്കുകയാണ്.